ഹലോ കൂട്ടുകാരെ, ഒരുപാട് പേര് ഇപ്പോൾ LBSന്റെ അഡ്മിഷൻസിന്റെ തിരക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അഡ്മിഷൻ ഈ ഒരു അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പ്രോപ്പറായ രീതിയിലല്ല ഈ ഒരു LBSന്റെ അലോട്ട്മെന്റ് പ്രോസസ്സ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു അഡ്മിഷൻ ആപ്ലിക്കേഷൻ LBS റിജക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പും അത് പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാനായിട്ട്. നമുക്ക് ജൂലൈ 2-ാം തീയതി വരെ സമയമുണ്ട്. അപ്പോൾ LBS അഡ്മിഷനിൽ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. ഒന്നാമത്തെ കാര്യം സമയം തന്നെയാണ്. LBSന്റെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം സമയം തന്നെയാണ്. നമുക്ക് ജൂലൈ 2-ാം തീയതി വരെ സമയമുണ്ട്. ഈ LBSന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആദ്യം അപ്ലൈ ചെയ്യുന്ന ആൾക്ക് പ്രയോറിറ്റി എന്നൊന്നില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായി മനസ്സിലാക്കി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വേണം നമ്മൾ ഈ ഒരു LBSന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്യാനായിട്ട്. അതാണ് ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്. നമുക്ക് ജൂലൈ 2-ാം തീയതി വരെ സമയമുണ്ട്. ജൂലൈ 2-ാം തീയതിക്കുള്ളിൽ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മതിയായിരിക്കും. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡോക്യുമെന്റേഷൻസ് ആണ്. ഈ ഡോക്യുമെന്റേഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസർവേഷൻസ് ഉണ്ടാകും. അപ്പോൾ റിസർവേഷൻ്റെ ഡോക്യുമെൻ്റ് ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ആ ഡോക്യുമെൻ്റ് നമ്മൾ ഒന്നെങ്കിൽ ഇപ്പോൾ കൃത്യമായ സമയപരിമിതിക്കുള്ളിലുള്ള ഡോക്യുമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയർ വാലിഡിറ്റിക്കുള്ളതാണ് പല ഡോക്യുമെൻറ്റ്സിനും ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ആ ഒരു ഉള്ളിലുള്ള ഡോക്യുമെൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയത് അപ്ലൈ ചെയ്ത് മേടിക്കണം. പക്ഷെ നമുക്ക് സമയമുണ്ടത് കിട്ടാനായിട്ട്. നോർമലി വില്ലേജ് ഓഫീസിൽ നിന്നൊക്കെ നമ്മളൊരു ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ മാക്സിമം ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഡോക്യുമെൻ്റ് കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 3 ദിവസമൊക്കെ മതി ഒരു ഡോക്യുമെൻ്റ് അപ്രൂവ് ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യമില്ല. പ്രോപ്പർ ഡോക്യുമെന്റേഷൻസ് ആണ് ഈ LBSന്റെ കാതൽ എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുക. അതിൽ തന്നെ പല കുട്ടികളും ഇപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ പരീക്ഷ എഴുതിയത് CBSE ICSE എക്സാംസ് ആണ്, ഞങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പല കുട്ടികളും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ LBSന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രിന്റ് ആണ് കയ്യിലുള്ളതെങ്കിൽ ആ കമ്പ്യൂട്ടർ പ്രിന്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് സൈൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. പക്ഷേ മുൻ വർഷങ്ങളിൽ പഠിച്ചിറങ്ങിയതാണെങ്കിൽ CBSE ICSE കുട്ടികളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സ്കാൻ ചെയ്തിട്ടാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. NCC സ്പോർട്സ് കോട്ട സംബന്ധിച്ചായിരുന്നു പല കുട്ടികൾക്കും ഉണ്ടായിരുന്ന ഒരു പ്രധാന സംശയം എന്ന് പറയുന്നത്. ഈ NCC സ്പോർട്സ് കോട്ടയിൽ ഈ എന്തെങ്കിലും തരത്തിലുള്ള റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ NCC സ്പോർട്സ് കോട്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് കൂട്ടി അത് നിങ്ങൾ പോസ്റ്റൽ ഡോക്യുമെന്റ് ആയിട്ട് NCC ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് NCC വെയിറ്റേജ് വേണ്ടവരും സ്പോർട്സ് കൗൺസിലിൻ്റെത് സ്പോർട്സ് കൗൺസിലിലേക്കും അയച്ചു കൊടുക്കുക. ഈ ജൂലൈ 2-ാം തീയതിക്ക് മുന്നേ ഈ ഡോക്യുമെന്റ്സ് അവിടെ എത്തിയിട്ടുണ്ടാകണം. അവിടെ എത്തിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ സമയം മനസ്സിലാക്കി കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് ചെയ്യുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സ്പോർട്സ് കോട്ടയാണ്. ഇപ്പോൾ സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ പോട്ടെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് സർവീസ്മെൻ റിസർവേഷൻ അല്ലെങ്കിൽ എക്സ് സർവീസ്മെൻ അല്ലെങ്കിൽ ഇൻ സർവീസ് റിസർവേഷൻ ക്ലെയിം ചെയ്യുന്ന കുട്ടികൾ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻസ് ജില്ലാ സൈനിക് വെൽഫെയർ ഓഫീസർ സൈൻ ചെയ്ത് അല്ലെങ്കിൽ സ്റ്റേറ്റ് സൈനിക് വെൽഫെയർ ഓഫീസർ സൈൻ ചെയ്ത് വേണം സബ്മിറ്റ് ചെയ്യാനായിട്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടുള്ള EWS സർട്ടിഫിക്കേഷനെ പറ്റിയാണ്. ഒരുപാട് കുട്ടികൾ EWS സർട്ടിഫിക്കറ്റ്സിന് ഞങ്ങൾക്ക് ഉണ്ട്, അപ്പോൾ EWS സർട്ടിഫിക്കേഷന് എനിക്കൊരു 260 അല്ലെങ്കിൽ 270 മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടുമോ, ഞാൻ എൻ്റെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് ചോദിച്ചു പല കുട്ടികളും മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ടോട്ടൽ ഉള്ള ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലുള്ള, അതായത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ 14 എണ്ണമാണുള്ള 14 സ്ഥലങ്ങളിൽ മാത്രമാണ് EWS വാലിഡ് ആയിട്ടുള്ളത്. EWSന് 10% സീറ്റാണുള്ളത്. നമ്മൾ ടോട്ടൽ സീറ്റ് കണക്കിലാക്കി എടുത്താൽ പോലും നമുക്ക് 1400 താഴെ സീറ്റുകളേ ഉള്ളൂ. 1400 റഫ് ഫിഗർ എടുക്കുക. അതിൻ്റെ 10% പറഞ്ഞാൽ 140 സീറ്റ് മാത്രമാണ് ജനറൽ EWS കാറ്റഗറിക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ 140 സീറ്റിലേക്ക് ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും EWS കാറ്റഗറിയിൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു 290-95 പ്ലസ് ഉണ്ടെങ്കിൽ മാത്രമാണ് EWS ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കേരളത്തിൽ കിട്ടുകയുള്ളൂ എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കി EWSന് വേണ്ടി ഒരുപാട് സമയം കളയാതെ നമ്മുടെ ബാക്കി ഡോക്യുമെന്റേഷൻസ് നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കുക, എന്നിട്ട് വേണം ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ നമ്മൾ കോൺഫിഡൻ്റ് അല്ല, നമുക്ക് മാർക്ക് കിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റ് ആപ്ലിക്കേഷൻ സ്കീമുകളുണ്ട്. PNC മാക്ക്, AMCS FNCക്ക് അല്ലെ NRI കോട്ട തുടങ്ങിയവയിലേക്ക് നമ്മൾ ശ്രദ്ധാപൂർവ്വം നീങ്ങേണ്ടതാണ്. പല കുട്ടികളും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കോളേജ് ഓപ്ഷൻ വെക്കാനായിട്ട് ഞങ്ങൾ LBSൽ കണ്ടില്ല എന്നൊരു കാര്യം. നിങ്ങൾ മനസ്സിലാക്കണം, കോളേജ് ഓപ്ഷൻ LBSന്റെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഇപ്പോൾ ഈ ഒരു സ്റ്റെപ്പിന്റെ ഭാഗമല്ല. അത് വരുന്നത് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റുകൾ വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഓപ്പൺ ആകുന്നത്. ആ സമയത്താണ് നിങ്ങൾ കോഴ്സും കോളേജും സെലക്ട് ചെയ്ത് നിങ്ങളുടെ എലിജിബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫീ പേയ്മെന്റിനെ പറ്റിയാണ്. ജനറൽ കാറ്റഗറിക്ക് 800 രൂപയും
SC/ST കാറ്റഗറിക്ക് 400 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസായിട്ട് വരുന്നത്. ഈ രജിസ്ട്രേഷൻ ഫീസ് ഞങ്ങൾ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഓൺലൈനായിട്ട് ഫീ പേ ചെയ്യാനായിട്ടുണ്ട്. കാരണം കൃത്യമായിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ കിട്ടും. ആ കൺഫർമേഷനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഓൺലൈനായിട്ട് അടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഓൺ കേസ് ഓൺലൈൻ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ശാഖകൾ ത്രൂ ഈ LBSലേക്ക് വേണ്ട പണം അടയ്ക്കാവുന്നതാണ്. അടുത്തൊരു പ്രധാന കാര്യം, പല കുട്ടികളും ചോദിക്കുന്ന, ഞാനൊരു തെറ്റ് പറ്റിപ്പോയി, എനിക്കൊരു തെറ്റ് പറ്റി, ഞാൻ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് തെറ്റാണ്, ഞാൻ എൻ്റെ മൈനോറിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥാനത്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെന്റ് എൻ്റെ SSLC സർട്ടിഫിക്കറ്റാണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തത്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഞാൻ പക്ഷേ കൺഫർമേഷൻ കൊടുത്തുപോയി, എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് ഒരുപാട് കുട്ടികൾ നമുക്ക് മെസ്സേജ് അയക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം കറക്ഷൻ ചെയ്യാനായിട്ട് നോർമലി പറ്റത്തില്ല. പക്ഷേ എന്തെങ്കിലും LBS ഏതെങ്കിലും പോർട്ടൽ ഒരു റിലാക്സേഷൻ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ആ സമയത്ത് പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ നടത്താൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഈ ഒരു ജൂലൈ 2-ാം തീയതിക്ക് ശേഷം ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം ഇതിൽ ഫൈനൽ വെരിഫിക്കേഷൻ അവർ നടത്തി ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിൽ നിങ്ങൾക്ക് കറക്ഷൻ ഇട്ട് തരും. ആ ഒരു കറക്ഷൻ വിൻഡോയുടെ സമയത്ത് നിങ്ങൾ കറക്ഷൻ ചെയ്ത ആ പ്രോപ്പർ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിന് അവസരമുണ്ട്, ആരും പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. തെറ്റിപ്പോയെന്നോർത്ത് ഒന്ന് ടെൻഷൻ അടിച്ച് വെറുതെ നിങ്ങൾ BP കൂട്ടേണ്ട, നിങ്ങൾക്ക് സമയമുണ്ട് തെറ്റ് തിരുത്താൻ. അടുത്തൊരു പ്രധാന കാര്യം, പല കുട്ടികളും വരുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്കാണ് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കാതിരിക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും, എല്ലാ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, എല്ലാം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇതിനൊരു ഫൈനൽ കൺഫർമേഷൻ ഉണ്ട്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സിൻ്റെ എല്ലാം ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുള്ളത്, ഇന്ന ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്നിവ ഉൾപ്പെടുന്ന ഒരു ഫൈനൽ പേജ് നിങ്ങൾക്ക് വരും. ഈ ഫൈനൽ പേജിന് താഴെ നിങ്ങൾ ഒരു ഫൈനൽ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് അല്ല. നിങ്ങളുടെ ഈ ഫൈനൽ കൺഫർമേഷൻ കൊടുത്തെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ LBSൽ എത്തത്തുള്ളൂ. അപ്പോൾ LBSൽ നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിലിരിക്കും, LBSൽ എത്തത്തില്ല. അപ്പോൾ മനസ്സിലാക്കുക, ഫൈനൽ കൺഫർമേഷൻ കൊടുക്കണം. ഫൈനൽ കൺഫർമേഷൻ കൊടുത്താലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുക. ഈ ഫൈനൽ കൺഫർമേഷന് ശേഷം നമുക്ക് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ഉണ്ട്. ഈ വെരിഫിക്കേഷൻ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറഗുലാരിറ്റീസ് അല്ല ഡിസ്ക്രിപ്പൻസീസ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ അതിന് പ്രകാരം കറക്ഷൻ വിൻഡോ ഓപ്പൺ ചെയ്യും. പേടിക്കേണ്ട, ഇത് സമയമെടുക്കും. ഈ ഒരു ജൂലൈ 2-ാം തീയതിക്ക് ശേഷമായിരിക്കും പലപ്പോഴും ഈ ഒരു പ്രൊവിഷണൽ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. ആരും പാനിക് ആകേണ്ട, നിങ്ങൾ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് LBS ടീം വെരിഫൈ ചെയ്ത് നിങ്ങൾക്ക് അയക്കും. എല്ലാവർക്കും അപ്പോൾ നല്ല രീതിയിൽ LBSൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. പരമാവധി കുട്ടികൾക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ മറുപടികൾ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു LBS ആപ്ലിക്കേഷൻ നന്നായിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. നല്ല രീതിയിൽ ധൃതി പിടിക്കാതെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സമയമെടുത്ത് ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ലിസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ട ആ ഒരു റിസർവേഷൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിലുടനീളം നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് നീങ്ങാം. അപ്പോൾ ഈ റൈസ് ടു ആർ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുകൂടാതെ തന്നെ ഈ റൈസ് ടു ആറിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ, ഈ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഈ ഒരു ജേർണിയിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട്. അപ്പോൾ സീ യു, ബൈ.